പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ സംഭവിച്ചാലും ഇനി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവപാല. അതുകൊണ്ട് തന്നെ അഭിഷേകിന്റെ ഓരോ യാത്രയും ഇനി എവിടേക്കാണ് എന്ന് മനസ്സിലാക്കണമെന്നും ഓരോ കാര്യങ്ങളും വിട്ടുകളയാതെ തിരിച്ചറിഞ്ഞു വേണം നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അഭിഷേകിനെ അസ്വസ്ഥനാക്കുകയാണ്. പക്ഷേ തിരിച്ചടിക്കാൻ നല്ലൊരു അവസരം ലഭിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് അഭിഷേകിന് ഉണ്ടാവുകയും ഇതോടെ അഭിഷേക് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ദേവപാലയെ ഞാൻ വെറുതെ വിടുകയില്ല. തിരിച്ചടി അവൾക്ക് കൊടുത്തേ തീരൂ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അതിനായി കാത്തിരിക്കുക തന്നെ ഞാൻ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത്. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. രാഹുൽ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം എന്നുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുമ്പോൾ ഇഷ തടസ്സവുമായി എത്തുന്നു. ഇതോടെ ഇഷയുടെ അച്ഛൻ അവൾ പറയുന്നത് കാര്യമാക്കേണ്ട, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇനി മുതൽ നീയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത്. വെറുതെ എന്തിനാണ് അവളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഓഫീസിലെ കാര്യങ്ങളിൽ നീ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല അങ്കിൾ, എനിക്ക് ഈ ഓഫീസിലെ കാര്യങ്ങളിൽ ഇടപെടാനൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ എന്തായാലും അങ്കിളിൻ്റെ നിർബന്ധം മൂലം മാത്രം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യുക പോലുമില്ല. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല എന്നതാണ് സത്യം. പക്ഷേ അങ്കിൾ നിർബന്ധിക്കുമ്പോൾ എങ്ങനെയാണ് നോ പറയുക? അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കാര്യം ഏറ്റെടുക്കുകയില്ല. മോൻ്റെ മനസ്സിലെ നന്മ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് എന്തെങ്കിലും സാധിക്കും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. മോൻ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, കമ്പനിയിലെ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയെ ഞെട്ടിച്ചുകൊണ്ട് കമ്പനിയിലേക്ക് എത്തുകയാണ് രാഹുൽ. രാഹുലിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് കാണുന്നത് അഭിഷേകിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഒരിക്കലും അഭിഷേക് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇതേ തുടർന്ന് ഇനി മുതൽ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനും കൂടി ആണ് എന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ. ഞാൻ അറിയാതെ ഇനി ഒരു ഫയലും ഇവിടെ നിന്ന് മുന്നോട്ട് പോകരുത്. ഞാനാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. ആ കാര്യം ആരും മറക്കേണ്ട എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് രാഹുൽ അഭിഷേകിനെ ഒന്ന് നോക്കുകയും ചെയ്യുന്നു. ഇതോടെ സോഹന് കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ്. സോഹൻ ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് അഭിഷേകിനെ. അഭിഷേക്, കാര്യങ്ങളത്ര പന്തിയല്ലല്ലോ. രാഹുൽ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇത് കേൾക്കുന്ന അഭിഷേകാകട്ടെ, അവൻ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോട്ടെ, അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്ന കാര്യമല്ല. ഞാൻ എന്തായാലും എൻ്റെ വഴിയിൽ ബുദ്ധിമുട്ടായി അവൻ വരാത്തിടത്തോളം കാലം അവനും ഒരു പ്രശ്നമുണ്ടാക്കുകയില്ല. പക്ഷേ എനിക്കവൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനാണ് തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരുന്നത് എങ്കിൽ ഞാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സോഹൻ. ഇതോടെ സോഹൻ എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ കാര്യങ്ങൾ ആലോചിക്കണം. നീ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിന്നെ പുറത്താക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവർ. അതിനുവേണ്ടി തന്നെയാണ് ഈ നിയമനം എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇഷ മേഡത്തെ ഞാനൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സോഹൻ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം വന്നു കണ്ടിരിക്കുകയാണ് അഭിഷേകിനെ രാഹുൽ. എൻ്റെ ഈ വരവ് നീ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേടാ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഞാൻ എന്തിനാണ് നിങ്ങളുടെ വരവ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അതിന് എനിക്കിപ്പോൾ എന്താണ്? ഞാനിവിടെ ജോലി ചെയ്യുന്നു, അത്രമാത്രം. ആ ഒരു തിരിച്ചറിവ് നിനക്കുണ്ട് എങ്കിൽ നിനക്ക് നല്ലതാണ്. ഇനിയും പണ്ടത്തെ പ്രണയം മനസ്സിൽ കൊണ്ട് ഇഷയുടെ പിന്നാലെ വരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ വിവരമറിയും, പറഞ്ഞേക്കാം എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഇഷയറിയാൻ ഇടയാകുന്നത്. ഇതോടെ ഇഷ ഇത് ചോദ്യം ചെയ്യണമെന്ന തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നത് രാഹുലിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.